അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓതാൻ പഠിക്കണം. പല ആളുകൾക്ക് ഇപ്പൊ കണ്ണ് തിരിയുന്നില്ല എന്നാ പറയുന്നത്. കണ്ണ് തിരിയാനുള്ള പ്രായത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ കണ്ണ് തിരിയാത്തത്. നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് പ്രായപൂർത്തിയെത്തിയ ചെറിയ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഓദിപ്പിക്കണം. പ്രായപൂർത്തിയെത്തുന്നവർ നമ്മുടെ അമലുകൾ അല്ലാഹു പരിശോധിക്കാൻ തുടങ്ങി. ചെറുപ്പം മുതലേ ഖുർആൻ ഓതി ശീലിക്കണം. ഒരു 5 പേജെങ്കിലും ഒരു ദിവസം ഓതണം. ഒന്നുമില്ലേലും കിടക്കാൻ നേരത്ത് ഫലക്ക്, നാസ്, ഇഖ്ലാസ് ഇത് ഓതി ഊതി ശരീരത്തിൽ തടവി കിടക്കണം. 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഫലക്ക്, നാസ്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി പഠിക്കാത്ത ആരും ഉണ്ടാവും. വീടിന്റെ വാതിക്കൽ ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ, കാറിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ മാത്രം പോരാ, മനസ്സിൽ തൂക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട, കൊണ്ടു നടക്കേണ്ട, ഒഴിവാക്കാനാവാത്ത സൂറത്തുകളാണ്. സൂറത്തു സജദ, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ നിത്യ ജീവിതത്തിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഓതാൻ പറഞ്ഞ സൂറത്തുകളാണ്. ഞാനൊരു ബഹളം ഉണ്ടാക്കി പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ഈ റമദാന്റെ തൊട്ടു മുമ്പ് ഖുർആന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു തരികയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് കുറേശ്ശെ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ ഓതണം, പഠിക്കണം, സമയം കണ്ടെത്തണം. ഖുർആനിന്റെ പൂന്തോപ്പുകൾ ഏതാണ്? ഖുർആന്റെ പൂന്തോപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റഉസ് സഹ്റാവൈൻ, 2 പുഷ്പങ്ങൾ ഖുർആനിലുണ്ട്, 2 പൂന്തോപ്പുകൾ ഖുർആനിലുണ്ട്. ഒന്ന് അൽ ബഖറ വ സൂറത്തുൽ ആൽ ഇംറാൻ. ഒന്ന് ബഖറയാണ്, 2 സൂറത്തുൽ ആൽ ഇംറാൻ ആണ്. ഈ 2 സൂറത്തിന്റെ പ്രത്യേകത എന്താ? ഫഇന്നഹുമാ യതഅതിയാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആൽ ഇംറാനും കഅന്നഹുമാ ഗമാമത്താൻ, മേഘമായി നമുക്ക് വന്ന് തണൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വന്നിട്ട് പറയും, യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ വന്നിട്ട് പറയും, പടച്ചവനെ, രാത്രി ഓതി നിസ്കരിച്ചവനാണ് ഇവൻ. അള്ളാഹുവിനോട് പറയണ ഖുർആൻ, മാതാപിതാക്കൾ കൈയൊഴിയുമ്പോ, മക്കള് കൈയൊഴിയുമ്പോ നമുക്ക് വേണ്ടി നാം ഓതിയ ഖുർആൻ വന്നിട്ട് പറയും, അള്ളാഹുവേ, ഈ ഖുർആൻ ഓതിയാണവൻ, മനഅതുഹു നൗമ, രാത്രിയിൽ അവന്റെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തി. തറാവീഹ് നമസ്കാരത്തിന് പോകുമ്പോ കാല് കുഴയുന്നു, ശരീരം കുഴയുന്നു, അതുകൊണ്ട് 2 ദിവസം പോയിട്ട് പിന്നെ പോക്കില്ല. ഇരുന്ന് നിസ്കാരം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകൾക്കും ഇരുന്ന് നിസ്കാരം, ഇപ്പോ പള്ളിയില് നിന്ന് നിസ്കരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ചില പോലെ ഇരുന്ന് നിസ്കാരക്കാരെ. നടക്കാൻ കാലുണ്ട്, ഓടും, ചാടും, നടക്കും, എല്ലാം ചെയ്യും. നിസ്കാരം മാത്രം ഇരുന്ന് എന്താ കുനിയാൻ പറ്റണില്ല. ബാക്കി എല്ലാ കാര്യത്തിനും അവന് കുനിയാം. പടച്ചവനെ പറ്റിച്ചിട്ട് ഇരുന്ന് നിസ്കരിക്കാൻ നിൽക്കണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടെങ്കിൽ, അത്രയേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാം.